പണം പിടുങ്ങുന്ന ഓ തട്ടിപ്പന്മാരെ, അല്ലാഹു അവരെ കുറിച്ച് എന്താ പറയുന്നത്? ലഅനഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും ശാപമുണ്ട്, പരലോകത്തും ശാപമുണ്ട്. കേവല ശാപം കൊണ്ട് തീർന്നില്ല. വഅദ്ദ ലഹും അദാബൻ മുഹീനാ, ഏറ്റവും നിന്ദ്യകരമായ ശിക്ഷയും അവർക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. തൗബ ചെയ്തോ മുസ്ലിയാക്കളെ? ഓ സഖാഫിമാരെ, വാശി ഒഴിവാക്കിയിട്ട് ഇതേതോ ഒരു മുടിയാണെന്ന് പറഞ്ഞ് ആ തിരുമുടി സൂക്ഷിക്കുവാനുള്ള ഉത്തമ കേന്ദ്രം അതേ പള്ളിയല്ല, കേന്ദ്രമല്ല, കെട്ടിടമല്ല. ഈ അമ്മുവിന്റെ മുടി സൂക്ഷിക്കാൻ ഒരു ഉത്തമ കേന്ദ്രം ഞങ്ങൾക്കറിയാം, അത് ചവച്ചുകൊട്ടയാണ്. അതിലേക്ക് ഇട്ടുകൊണ്ട് ഈ സമുദായത്തോട് മാപ്പ് പറഞ്ഞോ കാന്തപുരം മുസ്ലിയാരെ, ഈ സമുദായത്തോട് മാപ്പ് പറഞ്ഞോളൂ. പൊന്മള ഉസ്താദേ, പേരോട്ടുകാരാ, എല്ലാവരും ഈ സമുദായത്തോട് മാപ്പ് പറഞ്ഞോളൂ. നിങ്ങൾ എത്രയാണ് സമുദായത്തെ പറഞ്ഞു പറ്റിച്ചത്? എത്രയാണ് സമുദായത്തെ പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചത്? നിങ്ങളെ വിശ്വസിച്ച സമുദായത്തെ അല്ലേ നിങ്ങൾ വഞ്ചിച്ചത്? നിങ്ങളാരും പറഞ്ഞിട്ട് ഞങ്ങളൊന്നും വഞ്ചനയിൽ പെട്ടിട്ട് ആ അമ്മു ജ്യൂസ് കുടിച്ചിട്ടില്ല. പക്ഷേ കുടിച്ചത് മുഴുവനും നിങ്ങളെ വിശ്വസിച്ചവരാണ്. വിശ്വാസവഞ്ചന ല്ലേ ചെയ്തത്. മാപ്പ് പറഞ്ഞോ, തിരിച്ചു വയ്ക്കോ റബ്ബിങ്കലേക്ക്. അതുകൊണ്ട് ഇപ്പോൾ അതാ ആരെക്കൂടി പ്രശ്നമായിട്ട് നടക്കുന്നു. എന്താ കാരണം? ഹബീബിനെ തൊട്ടുകളിച്ചു. ഹബീബിന്റെ മുടിയാണെന്ന് പറഞ്ഞ് കള്ളമുടി കൊണ്ടുവന്ന് നടന്നു. മാത്രമല്ല, ജിഷാൻ അവിടെ പോയപ്പോ ജാലിയവാലയോട് ചോദിച്ചു അത്രേ, എനിക്കും വേണം ബാബാ കുറച്ച് മുടി. ബാബാ എന്ന് പറഞ്ഞ് ജാലിയവാലയെ ബഹുമാനിച്ച് വിളിച്ചപ്പോ ബാബയതാ അവസാനം കുറെ തർക്കവിതർക്കങ്ങൾക്ക് ശേഷം ബാബയതാ ഒരു തുണിയിലേക്ക് കുറച്ച് മുടി അങ്ങ് വാരിക്കൊടുത്തു. ഹബീബിന്റെ മുടിയുടെ ഒരു വിലയില്ലായ്മ നോക്കണം. ഞാനത് കൊണ്ടുവന്നതാ ഓഫീസിൽ കൊണ്ടുവന്ന് എണ്ണി നോക്കുമ്പോ ജിഷാൻ പറയുന്നു, ഒരു മുടിയല്ലേ ഞാൻ ചോദിച്ചത്, അമ്പലക്കടവിന് ഒന്ന് ചോദിച്ചപ്പോൾ 7 കിട്ടിയതെങ്കിൽ ഞാൻ പോയിട്ട് ബാബയോട് ഒന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ബാബ തന്നത് 18 മുടിയാണ്. കാരണം എന്താ? ബോംബെയിലെ ബാർബർ ഷാപ്പുകളിലും തെരുവുകളിലും എല്ലാവരുടേതും അടക്കമുള്ള മുടികൾക്ക് പഞ്ഞമുണ്ടോ? അതുകൊണ്ട് തന്നെ അതെല്ലാം എനിക്ക് കിട്ടി. ഞാൻ ആ മുടി കൊണ്ട് പൊന്മള ഉസ്താദിനെ സമീപിച്ചു. നിഷാൻ പറയാണ് ഞാൻ ആ 18 മുടിയും കൊണ്ട് പൊന്മള ഉസ്താദിനെ സമീപിച്ചു. പൊന്മള പറഞ്ഞു, അതിനെപ്പറ്റി ഒന്നും ഉണ്ടണ്ട, എനിക്ക് കാണണ്ട. കണ്ടോ, ഹബീബിന്റെ മുടിയാണെങ്കിൽ പൊന്മള കാണണ്ടാന്ന് പറയോ? പേരോട് ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നപ്പോ പേരോട് തുറന്നു നോക്കാൻ പോലും വന്നില്ലാന്നാണ് ജിഷാൻ പറയുന്നത്. മൂപ്പർക്കും അറിയാം ജാലിയവാലയുടെ കെട്ടിലുള്ളതൊക്കെ കള്ളമുടിയാണ്. അതങ്ങോട്ട് കയറ്റിവിട്ട് പിന്നെ ഇങ്ങോട്ടൊന്ന് ഇറക്കുമതിയും ചെയ്തിട്ടുണ്ട്. ജാലിയവാല ഹസറജിക്ക് അബൂദാബിയിലേക്കൊന്ന് കയറ്റി അവിടുന്ന് ഇങ്ങോട്ടൊന്ന് ഇറക്കി ഇവിടെ വെച്ചതാ സനതെന്ന് പറഞ്ഞിട്ടൊരു സനദം വായിച്ച് സർവ്വ മുസ്ലിം അതേ അവരെ വിശ്വസിക്കുന്ന ആളുകൾ മുഴുവനും പറ്റിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിറ്റ് കാശാക്കുവാൻ വേണ്ടി നടന്നപ്പോൾ അപമാനം കൊണ്ട് ആകെ ഇപ്പോൾ തലതാഴ്ത്തേണ്ട ഗതികേട് പറ്റിപ്പോയി. മാത്രമല്ല ഇപ്പൊ ചില പുതിയ തരികിട കൂടി മൂപ്പര് മുമ്പ് നടത്തിയിട്ടുണ്ട്. പണ്ടേ ഈ മുടിയെപ്പറ്റി സംശയം വന്നപ്പോ ഇതൊന്ന് ചെലവാകാൻ വേണ്ടി മൂപ്പര് പറഞ്ഞു, ഇക്കൊല്ലം നമ്മൾ റബീഉൽ അവ്വലിന് കാണിക്കാൻ പോകുന്ന പ്രദർശിപ്പിക്കാൻ പോകുന്ന മുടിവെള്ളത്തിൽ കേവലം മുടിവെള്ളം മാത്രമല്ല, അതിൽ സംസം ചേർക്കുന്നുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ മദീനത്തെ ഖബറിന്റെ മേലെ വിതറിയ ഒരു പൊടിയുണ്ട്, അവിടെയുള്ള പൂമ്പൊടിയുണ്ട്, അവിടെയുള്ള ചില പൊടികളുണ്ട്. അതെനിക്ക് മദീനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഞാനിതിലൊന്ന് ചേർത്തിട്ട് മുടിപൊടി സംസം ജ്യൂസാണ് ഞാൻ ഇക്കുറി കൊടുക്കുന്നത്. കുടിക്കാൻ കുറെ വിഡ്ഢികൾ ചെന്നു. ഇപ്പോഴും നിലനിൽപ്പില്ല. ഇപ്പൊ മൂപ്പരിക്കാതെ ബോധ്യമായപ്പോൾ ഇപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയ തന്ത്രം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. വാലു പൊക്കുമ്പോഴേ അറിയാമല്ലോ എന്താ ഉദ്ദേശമെന്ന്.
ഇപ്പോൾ പറയുന്നുണ്ട് പുതിയൊരു കാര്യം. ഇത് വല്ലാതെ ക്ലച്ച് പിടിക്കൂലാന്ന് തോന്നിയിട്ടോ എന്തോ, അതേ മൂപ്പരിപ്പോൾ പറയുന്നുണ്ട്, ഞാൻ മദീനത്ത് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്മേൽ മൂടിയിരുന്ന ഒരു പുതപ്പ്, ഒരു കില്ല ഞാൻ കണ്ടു. 1270 കൊല്ലം മുമ്പ് പഴക്കമുള്ള കില്ലയാണ്. അതിന്മേൽ മൂടിയിരുന്ന കില്ലയാണ്, എല്ലാം നുണകളാണ്. അതേ, ആ കില്ലയുള്ള ആളോട് ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ കൊടുക്കുമോ? ഞാനെന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു, കൊടുക്കും, കൊടുക്കാൻ സാധ്യതയുണ്ട്. ഉസ്താദിന്റെ മനസ്സിൽ ഇങ്ങനെ അമിട്ട് പൊട്ടുകയാണ്. ഒരു അമ്മുമുടി കൊണ്ട് എത്ര കോടികളാ ഞാൻ സമ്പാദിച്ചത്. ഹബീബിന്റെ ഖബറിന്റെ മുകളിൽ പുതച്ച പുതപ്പൊന്ന് കിട്ടിയാൽ അത് നുറുക്കി 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 കഷ്ണമായി കോടികൾ ഇങ്ങനെ മൂപ്പരും ഹക്കീം മോനും ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. ടൗൺഷിപ്പിന്റെ സ്വപ്നം കാണുകയാണ്. അതേ, ആയിരക്കണക്കിന് ആളുകൾ അത് കാണാൻ വരുമ്പോൾ ഉണ്ടാകുന്ന റിയൽ എസ്റ്റേറ്റിന്റെ സ്വപ്നം കാണുകയാണ്. അവസാനം മൂപ്പരോട് പറഞ്ഞു, കിട്ടും എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോ മൂപ്പര് പറഞ്ഞു, അത്രേ 5 ലക്ഷം കോടി എന്നാണ് തോന്നുന്നത്. അതിൽ തെറ്റി കഴിഞ്ഞ വിഷയാക്കണ്ട. 5 ലക്ഷം എന്തോ ഒരു വലിയ തുകയിലുള്ള തുക പറഞ്ഞിട്ട് പറഞ്ഞു, അത്രയും ലക്ഷത്തിന് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ലട്ടോ എന്ന് പറഞ്ഞാൽ അതിലപ്പുറം തന്നാലേ തരൂ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ ഈ വ്യാജൻ ഇവിടെ പറയുന്നത്? മനസ്സിലായോ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ്? എന്തിനാ? അപ്പൊ നീ പറയണം 5 ലക്ഷം കൊടുത്താലും കിട്ടാത്ത ഒരു 6 ലക്ഷം കൊടുക്കേണ്ടി വരുന്ന ഒരു വല്ലാത്തൊരു നിധി എനിക്ക് തരാമെന്ന് മദീനത്ത് നിന്ന് ഓഫറുണ്ട്. മുസ്ലിയാന്മാരെ, കുട്ടികളെ, തിരുപുതപ്പ് വാങ്ങാനൊരു ഉത്തമ സംഭാവന ഫ്ലക്സ് ബോർഡ് ഉയരാൻ പോകുന്നു. തിരുപുതപ്പ്, തിരുക്കില്ല വാങ്ങാനൊരു ഉത്തമ സംഭാവന കൂപ്പനടിപ്പിച്ച് 6 ലക്ഷത്തിന്റെ പേരിൽ നിങ്ങൾക്ക് 6 കോടി കൊയ്യാമല്ലോ, 60 കോടി കൊയ്യാമെന്ന കണക്കിരിപ്പ് വാ കേരളത്തിലേക്ക് ആ വ്യാജക്കില്ലയും കൊണ്ട് നടക്കൂല. മുജാഹിദുകൾ ഇവിടെയുണ്ട്. ആയത്തുകളോതി ഹദീസുകളോതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇസ്ലാം അവിടുന്ന് എന്താണ് റബ്ബിന്റെ ദീനിനെ പറ്റി പഠിപ്പിച്ചതെങ്കിൽ അത് ഈ സമൂഹത്തോട് പറയാൻ ഇവിടെ ഞങ്ങളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്നപ്പോൾ ഇതിനെ എതിർക്കാൻ ഞങ്ങളുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചെരുപ്പ് കിട്ടൂല, കിട്ടാനില്ല. അപ്പൊരുത്തിയാൻ എന്ത് ചെയ്തു? ചെരുപ്പിന്റെ മോഡലിൽ ഒരു ചിത്രം വരച്ചു. ചിത്രം വരച്ച് ചെരുപ്പിന്റെ ഫോട്ടോ എടുത്തു. ഫോട്ടോക്കൊരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. ആ ഫോട്ടോസ്റ്റാറ്റ് ഇങ്ങനെ വീട് വീണാന്തരം വിതരണം ചെയ്യുന്നു. ഹബീബിന്റെ ചെരുപ്പിന്റെ ഫോട്ടോയുടെ ഫോട്ടോസ്റ്റാറ്റാണ്. ഉമ്മമാരെ, പ്രസവവേദന അടുത്ത മക്കളെ കയ്യിൽ കൊടുത്തോ? എന്റെ പെങ്ങളത് കയ്യിൽ പിടിച്ചപ്പോ പ്രസവിച്ചത് അറിഞ്ഞതേയില്ല എന്ന് ഒരു മുസ്ലിയാർ ഇങ്ങനെ പറയുന്ന ക്ലിപ്പുമുണ്ട്. നോക്കണം നിങ്ങൾ. ബിസിനസ് പൊടിപൊടിക്കുകയാണ്. ഹബീബിനെ വിടൂല തന്നെ. നബിയേ, നിങ്ങളുടെ ശിരസ്സിലെ മുടി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും തളരൂല, തളരൂല, നിങ്ങളുടെ കാലിലെ ചെരുപ്പിന്റെ മോഡൽ ഞങ്ങൾ ഉണ്ടാക്കും, ഫോട്ടോ എടുക്കും, അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കും, അത് വിതരണം ചെയ്ത് ഞങ്ങൾ കോടികൾ കൊയ്യും എന്ന് പറഞ്ഞു വന്നാൽ, ഉമ്മമാരെ, ആദർശത്തിന്റെ ചൂലെടുത്ത് അടിപ്പായിച്ചോ. ഇങ്ങോട്ട് വരണ്ടടാ നിന്റെ കള്ളച്ചെരുപ്പുമായി, ഇങ്ങോട്ട് വരണ്ടടാ നിന്റെ കള്ളമുടിയുമായി, ഇങ്ങോട്ട് വരണ്ടടാ നിന്റെ കള്ളപ്പൊടിയുമായി, മുടി ജ്യൂസും പൊടി ജ്യൂസും ഉറങ്ങുന്ന രൂപത്തിലുള്ള കൃത്രിമ കാര്യങ്ങളുമായി കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബിനോട് സ്നേഹമുണ്ട്. ഈ അർത്ഥത്തിലൊക്കെ ഈ സമൂഹത്തോട് കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ അതേ ആകെ വഷളായി കൊണ്ട് നടക്കുന്നതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ജാലിയവാല എന്ന് പറയുന്ന മനുഷ്യനോട് ഇയാളതാ ഒരിക്കലിങ്ങനെ ഫോണിൽ സംസാരിച്ചു എന്ന് മാത്രമല്ല, ജാലിയവാലയുടെ അടുത്ത് പോയി ജാലിയവാല ഈ വ്യക്തിക്കൊരു മോതിരം കൊടുത്തു പോലും ആ മോതിരം ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു, അത്രേ, നീ മോതിരം ധരിക്കുമ്പോ 3 വട്ടം കുസൂസായത് ഓതിക്കോ. മനസ്സിലായ നിങ്ങൾക്ക്? കുസൂസായത് നമ്മുടെ സൂറത്തുണ്ട് ഖുർആനിൽ. കുസൂസായത്
ഈ വിഡ്ഢിക്ക്, ഈ പച്ചസാസ്യത്തിന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ പൊന്നുമോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്തോടുന്നത് പോലും കാന്തപുരത്തിന് മുടികൊടുത്ത, കാന്തപുരത്തിന്റെ കുത്തുബായ, കാന്തപുരത്തിന്റെ വലിയായ, കാന്തപുരത്തിന്റെ എല്ലാമെല്ലാമായ ഖദരിയ തരീഖത്തിന്റെ ശൈഖാനെന്ന് പറയുന്ന ഈ പച്ചവാല ഫാസിക്കിന്റെ തൊള്ളയിൽ നിന്ന് ഖുൽ ഹുവല്ലാഹ് എന്ന് മൊഴിയാനുള്ള ഇൽമു പോലുമില്ലാത്ത ഈ പമ്പര വിഡ്ഢിയേൽപ്പിച്ച മുടിക്കറ്റും കൊണ്ട് മർക്കസിൽ വന്നിട്ട് അത് വെള്ളത്തിലിട്ട് കുടിപ്പിച്ച മുസ്ലിയാരെ, ആഖിറം വരാനുണ്ടെന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് പരലോകം വേണോ, രക്ഷപ്പെട്ടോ?